ബജ്രംഗ് പൂനിയ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് തടയാൻ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയായ നാഡ കളിച്ചോ? ഒളിമ്പിക്സ് പടിവാതിൽ നിൽക്കെ താരത്തിന് വിലക്കും സസ്പെൻഷനും ഏർപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമാണ്. താരത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് പ്രതികാര ബുദ്ധിയോ എന്ന് സംശയിക്കുന്നവർ ഏറെയാണ്. ടോക്കിയോ ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ ജേതാവാണ് ഗുസ്തി താരമായ ബജ്രംഗ് പൂനിയ. മാർച്ച് 10 ഹരിയാനയിലെ സോനിപത്തിലെ സായി സെന്ററിൽ നടന്ന ട്രയൽസിന് ശേഷം ഉത്തേജക പരിശോധനയ്ക്കായി മൂത്ര സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചുവെന്നാണ് ബജ്രംഗിനെതിരെ നാഡ ആരോപിക്കുന്ന കുറ്റം. അതേസമയം താരത്തിനെതിരായ നടപടി ഓർമ്മിപ്പിക്കുന്നത് ലൈംഗികാരോപണ വിഷയത്തിൽ ബ്രിജ്ഭൂഷണെതിരായി പൂനിയ നിലപാടെടുത്തതാണ്. പ്രതികാര നടപടിയായി പൂനിയക്കെതിരായ നടപടിയെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ നാഡയുടേത് വൃത്തികെട്ട കളി തന്നെയാണെന്നാണ് കായിക പ്രേമികൾ പറയുന്നത്. തനിക്ക് വിലക്കേർപ്പെടുത്തിയതായും സസ്പെൻഡ് ചെയ്തതായും റിപ്പോർട്ട് വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമമായ എക്സിലൂടെ ബജ്രംഗ് തൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തി രംഗത്ത് വരികയും ചെയ്തിരുന്നു. 1.5 പതിറ്റാണ്ടിനടുത്തായി ഗോദയിലുള്ള താൻ ഇന്നുവരെ ഉത്തേജക പരിശോധനയ്ക്ക് വിമുഖത കാട്ടിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ബജ്രംഗ് തനിക്കെതിരായ ആരോപണങ്ങൾ തെളിയിക്കാൻ നാഡയെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. പാരീസ് ഒളിമ്പിക്സ് പടിവാതിൽ എത്തി നിൽക്കെയുള്ള നടപടി കായിക രംഗത്തിനാകെ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. പാരീസിൽ സ്വർണം നേടുമെന്ന് പ്രതീക്ഷിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ബജ്രംഗ്. ഒളിമ്പിക്സ് വേദിയിലടക്കം നിരവധി രാജ്യാന്തര മത്സരങ്ങളിൽ പങ്കെടുത്ത് പരിചയമുള്ള ബജ്രംഗിനെതിരെ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ഉത്തേജക ആരോപണം ഉയർന്നിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ നാഡയുടെ നടപടിയിൽ ദുരൂഹത ആരോപിക്കുന്നവരാണ് ഇന്ത്യൻ കായിക രംഗത്തുള്ള ഒട്ടുമിക്ക പേരും. നാഡയുടെ റിപ്പോർട്ടുകളിൽ പറയുന്നത് സോനിപ്പത്തിൽ നടന്ന ഏഷ്യൻ ഒളിമ്പിക്സ് ക്വാളിഫയർ പോരാട്ടത്തിൽ പരാജയപ്പെട്ട ബജ്രംഗ് ഉത്തേജക പരിശോധനയ്ക്ക് മൂത്ര സാമ്പിൾ നൽകാതെ സ്ഥലം വിടുകയായിരുന്നു എന്നാണ്. 3ാം സ്ഥാനക്കാരെയും 4ാം സ്ഥാനക്കാരെയും നിർണ്ണയിക്കാനുള്ള പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് കാത്തുനിൽക്കാതെയാണ് ബജ്രംഗ് മടങ്ങിയത്. ഈ മത്സരങ്ങൾക്കായി ബജ്രംഗ് പിന്നീട് മടങ്ങി വന്നതുമില്ല. ട്രയൽസിനിടെ ബജ്രംഗ് ഉൾപ്പെടെ നിരവധി ഗുസ്തി താരങ്ങളെ ഉത്തേജക പരിശോധനയ്ക്കായി മൂത്ര സാമ്പിളുകൾ ശേഖരിക്കാൻ നാഡ അധികൃതർ സമീപിച്ചിരുന്നു. എന്നാൽ ബജ്രംഗ് മാത്രമാണ് സാമ്പിൾ നൽകാതെ കടന്നുകളഞ്ഞതെന്നാണ് നാഡ അധികൃതരുടെ ആരോപണം. ഈ സംഭവത്തിന് ശേഷം 44 ദിവസങ്ങൾ കഴിഞ്ഞ് ഏപ്രിൽ 23-നാണ് ബജ്രംഗിനെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് അന്വേഷണ വിധേയമായി വിലക്കിയെന്ന് കാട്ടി നാഡ കത്ത് നൽകിയത്. നാഡയുടെ സസ്പെൻഷൻ പിൻവലിക്കുന്നത് വരെ മറ്റ് ടൂർണമെന്റുകളിലോ ട്രയൽസിലോ പങ്കെടുക്കാൻ സാധിക്കില്ലെന്നതാണ് ബജ്രംഗ് നേരിടുന്ന വെല്ലുവിളി. ഇതോടെ താരത്തിന്റെ ഒളിമ്പിക്സ് സ്വപ്നങ്ങളും പൊലിഞ്ഞേക്കും. നിലവിൽ ബജ്രംഗ് മത്സരിക്കുന്ന പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ ഇന്ത്യയുടെ ആരും യോഗ്യത നേടിയിട്ടില്ല. സോനിപ്പത്തിൽ നടന്ന ഏഷ്യൻ ഒളിമ്പിക് ട്രയൽസിൽ സുജീത് കൽക്കലാണ് ഒന്നാമതെത്തിയത്. ഏഷ്യൻ ഒളിമ്പിക് ട്രയൽസിലെ ജേതാവ് മെയ് 9-ന് ഇസ്താംബുളിൽ നടക്കുന്ന അവസാന ക്വാളിഫയർ മത്സരത്തിൽ ഒളിമ്പിക്സ് യോഗ്യതയ്ക്കായി മറ്റൊരു ദേശീയ ട്രയൽസ് വിജയിയെ നേരിടണമെന്നാണ് അഖിലേന്ത്യാ റെസ്ലിംഗ് ഫെഡറേഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. സസ്പെൻഷൻ നിലനിൽക്കുന്നതിനാൽ ദേശീയ ട്രയൽസിൽ പങ്കെടുത്ത് ഇസ്താംബുൾ ക്വാളിഫയറിന് യോഗ്യത നേടാൻ ബജ്രംഗിന് കഴിഞ്ഞേക്കില്ല. അങ്ങനെ വന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമായിരിക്കും അത്. സ്പോർട്സ് ഡെസ്ക്, കണ്ണൂർ മിറർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജിയുടെ ബാഹുബലി ഷോറൂം മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ടില്ലേ, കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. മെയ് 4-ന് രാവിലെ 10 മണിക്ക് ഉദ്ഘാടനത്തിന് ഞാനുണ്ടാവും. ഒപ്പം നിങ്ങളുടെ സ്വന്തം മഞ്ജു വാര്യരും. അതെ, ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. നിങ്ങളുണ്ടാവില്ലേ? കണ്ണൂരിന്റെ കണ്ണു തള്ളും.